ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ പോത്തിനെ നഷ്ടമായ കൊളകപ്പാറ ചൂരിമലയിലെ ഷേർലി കൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് വീണ്ടും കടുവയെത്തി. ഉഗ്രശബ്ദത്തിൽ അലർച്ച കേട്ടതോടെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന നേരം വെളുപ്പിക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു. കാലി വളർത്തൽ ഉപജീവന മാർഗമായ ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കടുവ ഇന്നലെ അല്ല വന്നേ, കടുവ ഇവിടെ തന്നെ സ്ഥിരമാണ്. കടുവ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. കടുവ 2 മാസത്തിനിടയിൽ കടുവ ഒരു 3 പശുവിനെയും ഒരു പോത്തിനെയാണ് ഇപ്പോൾ ഈ 2 മാസത്തിനിടയിൽ പിടിച്ചത്. ഞങ്ങൾക്കാണ് ഇതുവരെ ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഇതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ, കുടുംബം ഒക്കെ 10 സെൻറ്റ് കഴിയുന്ന ഈ ചുരിമല പ്രദേശത്ത് ജീവിക്കുന്ന 100,000 കുടുംബങ്ങളുണ്ട്. അവരുടെ എല്ലാം ജീവിതമാർഗ്ഗം ക്ഷീരമേഖലയാണ്. ഈ മേഖലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ദിവസം പ്രതി ഈ കന്നുകാലി, കാരണം വെച്ചാൽ 10-20 ലിറ്റർ കറക്കുന്ന പശുക്കളെ ഒറ്റയടിക്ക് പിടിക്കും കൂടി വന്ന 50,000-60,000 രൂപ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു വർഷം ഞങ്ങൾ ജീവിക്കുന്ന ജീവിതമാർഗ്ഗമാണ് നിലച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കടുവേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയേ പറ്റൂ. കാരണം കടുവേനെ പിടിച്ചുകൊണ്ട് പോകുന്ന മാത്രമല്ല, കൂട് വെക്കണം, നിർബന്ധമായിട്ടും കൂട് വെച്ചിരിക്കണം. ഞങ്ങൾ മന്ത്രിയായിട്ട് ഇന്നലെ ഫോറസ്റ്റുകാരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കൂട് വെക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങളുടെ കുഞ്ഞു മക്കളെല്ലാം ഇവിടെ ജീവിക്കുന്നതാണ്. ഞങ്ങളുടെ ആരെങ്കിലും ഇതിൽ നടന്നു പോകുമ്പോൾ അബദ്ധവശാൽ ഈ കന്നാലിനെ ആട്ടാനോ വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തിനാണ് നഷ്ടം സംഭവിക്കുന്നത്. അതിലേറെ ഞങ്ങളുടെ മക്കളെപ്പോലെ ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ മൃഗങ്ങളെയാണ് ഇവർ ഈ കടുവ പിടിച്ച് തിന്നുന്നത്. നേരം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത ഞങ്ങളൊക്കെ ഇവിടെ ഈ പോത്തിനെ പിടിച്ചെടുത്ത് എല്ലാവരും ഫോറസ്റ്റുകാരും പോലീസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സാധനം ഇവിടെ നിന്ന് ഓടിയിട്ട് അവിടെ നിന്ന് ഭയങ്കര കാറിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 10-10:30 ആയപ്പോഴാണ് എല്ലാവരും പിരിഞ്ഞ് വീടുകളിലെത്തിയത്. ഞങ്ങൾ വീട്ടിലെത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല. അതിനു മുമ്പേ വളരെ എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ഭീകരമായൊരു സൗണ്ട് കേട്ടിട്ടില്ല. അത്രയ്ക്ക് ഒരു സൗണ്ടിൽ വീടിൻ്റെ അടുത്ത്, തൊഴുത്തിൻ്റെ അടുത്തു നിന്നാണ് കരഞ്ഞത്. ഞങ്ങൾ പിന്നെ അടുത്തുള്ളവരെല്ലാവരും കൂടി തീയൊക്കെ ഇട്ട് ഞങ്ങൾ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കി, എല്ലാവരും ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുറേ രാത്രി വരെ അവിടെ നിന്നു. ഞങ്ങളുടെ ഭയമാണ്. ഞങ്ങളുടെ മിണ്ടാപ്രാണികൾ ആ ആലകളിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള സമാധാനം ഇല്ലാണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കടുവേനെ പിടിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.